ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ നമുക്ക് ഇന്ന് പൂക്കാലം എന്നുള്ള പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ പറയാനുണ്ട് അല്ലെ. അതിൽ നമ്മൾ അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ ടെക്സ്റ്റില്. ഓക്കെ, അപ്പോ പദം പരിചയപ്പെടാന്നുള്ളത് നമ്മൾ എഴുതിയില്ലേ? ഇനി അത് പറയണ്ടല്ലോ. അപ്പോ പൂക്കാലത്തിന്റെ അർത്ഥം എന്തൊക്കെയാ പറഞ്ഞത്? ആറ്, പുഴ അല്ലെങ്കിൽ നദി അല്ലെ. കണം, തുള്ളി. കവരുക, മോഷ്ടിക്കുക. കാന്തി, ഒളി അല്ലെങ്കിൽ ശോഭ. ഗന്ധം, മണം. ചിത്രശലഭം, പൂമ്പാറ്റ. ചെമ്മേ, ഭംഗിയായി. ചേലൊത്ത, ഭംഗിയുള്ള. ചേറ്, ചെളി അല്ലെങ്കിൽ അഴുക്ക്. നുകരുക, ആസ്വദിച്ചു കുടിക്കുക. മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മരന്തം, പൂന്തേൻ. വാരുറ്റ, ഭംഗിയുള്ള അല്ലെ. ഇത്രയാണ് അതിൽ പദം പരിചയപ്പെടാന്നുള്ള വാക്കുകൾ ഉണ്ടായിരുന്നത് അല്ലെ. അത് നമ്മൾ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാവരും? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമുക്ക് ഏതാണ് പറയേണ്ടത്? ഉത്തരം കണ്ടെത്തുകയാണ് അല്ലെ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വസന്തകാലം മന്ദഹസിക്കുന്നത് എപ്പോൾ അല്ലെ? എപ്പോഴാണ് വസന്തകാലം മന്ദഹസിക്കുന്നത്? മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞപ്പോഴാണ് വസന്തകാലം മന്ദഹസിക്കുന്നത് അല്ലെ. അല്ലെ, ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്നാ വസന്തകാലം പോയി മറഞ്ഞപ്പോഴാണ്, അല്ല, മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞപ്പോഴാണ് വസന്തകാലം മന്ദഹസിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത് എന്ത്? എന്താണ്? നമ്മള് പാഠം നല്ല പോലെ പഠിച്ചല്ലേ, നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റില്ല? മഞ്ഞിൻ കണങ്ങളാണ്. ഓക്കെ, മഞ്ഞിൻ കണങ്ങളാണ് മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത്. മഞ്ഞിൻ കണങ്ങളാണ് മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത് അല്ലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്ന വൃക്ഷം ഏത്? ഏതാണ്? ഓക്കെ, ഏഴിലം പാല അല്ലെ. ഏഴിലം പാലയാണ് ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താ? ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്ന ആര്? ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്നത് ആര്? ആരാണ്? ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്ന ആമ്പൽ പൂവാണ്. ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്നത് ആമ്പൽ പൂവാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വണ്ടുകളും തുമ്പികളും ചെയ്യുന്നത് ഏത്? വണ്ടുകളും തുമ്പികളും ചെയ്യുന്നത് എന്ത്? എന്താണ് ചെയ്യുന്നത്? വണ്ടുകളും തുമ്പികളും പൂക്കളിലെ തേൻ നുകരുകയാണ്. ഓക്കെ, അതാണ് 5 ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ മിസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ അത് എഴുതിയെടുക്കണേ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താ? കവിതയിൽ പരാമർശിക്കപ്പെട്ട പൂക്കൾ ഏതെല്ലാം? ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് 2 or 3 വാക്യങ്ങൾ എഴുതുക. എഴുതാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? ഒരുപാട് പൂക്കളെ കുറിച്ചിട്ട് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് എഴുതണം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് അത് എഴുതി കൊണ്ടുവരണേ. ഒരു 2 or 3 വാക്യങ്ങൾ എഴുതുക എന്നുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് എന്താ? നാലാമത്തെ ചേർത്ത് എഴുതുക അല്ലെ. ചേർത്ത് എഴുതുക. എങ്ങനെ എഴുതുക? മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. പച്ച പ്ലസ് പുല്ല്. എന്താണ്? പുല്ല്. ഓക്കെ, പച്ച പുല്ല്. ഇപ്പ വന്നു അല്ലേ അവിടെ? ഓക്കെ. അതുപോലെ അടുത്ത താഴെ എന്താ? നീല പ്ലസ് കുറിഞ്ഞി. എടുത്തെഴുതിയ ഇപ്പൊ തന്നെ നീലക്കുറിഞ്ഞി. ആവും. ഓക്കെ, നീലക്കുറിഞ്ഞി എഴുതിയേ എല്ലാവരും. ഞാൻ നോട്ടിന്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ അതുകൂടി നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ എഴുതിക്കോ. അപ്പൊ നീല പ്ലസ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. ഇരട്ടിക്കും.
ആസിയ എഴുതുന്നില്ലേ? എഴുതിക്കോ. എഴുതിയോ? ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്തോ? ഇത് ടെക്സ്റ്റിൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നോട്ടിൽ എഴുതിയെടുക്കുകയും വേണേ. അർത്ഥവും പിന്നെ ഉത്തരം എഴുതുകയും പിന്നെ നെക്സ്റ്റ് ചേർത്ത് എഴുതുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. അപ്പൊ നീല പ്ലസ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. കാ എന്ത് ചെയ്യും? ഇരട്ടിക്കും. നീലക്കുറിഞ്ഞി. ബെനീറ്റ് എഴുതിയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് കണ്ണാന്തളി അല്ലെ? കണ്ണാന്തളി പ്ലസ് പൂക്കൾ. കണ്ണാന്തളി പൂക്കൾ. ഓക്കെ, എഴുതിക്കോ. പാ ഇരട്ടിക്കുവേ, ഇപ്പ വരും. കണ്ണാന്തളി പൂക്കൾ. നെക്സ്റ്റ് പാറി പ്ലസ് പറന്നു. പാറി പറന്നു. ഇത് നോട്ടിന് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഴുതാൻ അറിയാത്തവർക്ക് എഴുതി കഴിഞ്ഞോ? അപ്പൊ നോട്ടിൽ ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നോട്ടിലേക്കും എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ കണ്ണാന്തളി പ്ലസ് പൂക്കൾ, കണ്ണാന്തളി പൂക്കൾ. ഓക്കെ. നെക്സ്റ്റ് പാറി പ്ലസ് പറന്നു. പാറി പറന്നു. വരും അവിടെയും. പാറി പറന്നു. പാറി പറന്നു. എന്താണ് റിലു? എന്ത് പറ്റി? ഓക്കെ, പാറി പറന്നു. ഓക്കെ, ഫിനിഷ് ആയോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വായിക്കാം അല്ലെ? അടുത്തത് കഴിഞ്ഞില്ലേ എല്ലാവർക്കും? ആവണി കഴിഞ്ഞില്ലേ മോളെ? എന്താ പറഞ്ഞോ ആവണി? കഴിഞ്ഞു അല്ലേ? പാഠം വായിപ്പിക്കാന്ന് പറഞ്ഞല്ലേ? പൂക്കാലം അല്ലെ? ആരൊക്കെയാ വായിക്കാതെ ഉള്ളത്? ജൂലിയറ്റ്, ആവണി മഹേഷ്, ജെവിൻ ജേക്കബ് ജോയി, ബെനീറ്റ, പിന്നെ റിലു ആബിദ്. ഓക്കെ, ഏഞ്ചൽ റോസ്, കുറെ പേരുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇത് പഠന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് വായിക്കാം കേട്ടോ. ഇത്രയല്ലേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പോ ഇനി ഏതാ? അഞ്ചാമത്തത് മാതൃക പോലെ മാറ്റി എഴുതുക. എന്തേ റിലു? മാതൃക പോലെ മാറ്റി എഴുതുക. എഴുത്. ഏതാ? 6 ആറ്റിൽ അല്ലെ? ചേറ് ചേറ്റിൽ. ചേറ് ചെളി എന്നല്ല എഴുതേണ്ടത്, ചേറ്റിൽ. ചോറ് ചോറ്റിൽ. ഇറ്റ വരുന്നതാണ് കാണിച്ച. മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട്. ചേറ് ചേറ്റിൽ. റിലു എഴുതിയോ? റിലു ക്വസ്റ്റ്യാൻസറും അർത്ഥവും ക്വസ്റ്റ്യാൻസറും ഒക്കെ എഴുതിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. 2-3 തവണ എഴുതും. വെച്ചോ റിലു, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ അഞ്ചാമത്തത് നിങ്ങൾ എഴുതിയോ? 6 ആറ്റിൽ. നെക്സ്റ്റ് ചേറ് ചേറ്റിൽ. അതിന്റെ താഴെ ചോറ് ചോറ്റ്. ഓക്കെ, അത് 3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചൊല്ലി രസിക്കാനുള്ള പാട്ടാണ്. ആസിയ പാടുന്നുണ്ട് നല്ല രീതിയിൽ. ആരതാണെന്ന് അറിയോ ആ വരികള്? ചങ്ങമ്പുഴ എഴുതാണ്. പാടിക്കോ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു കരയറ്റൊര
ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങൾ വന്നു പോയ ഒരു പൂമഴയായി പിന്നെ. ഓക്കെ, അപ്പൊ എന്താണത്? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പൂമഴയായി പിന്നെ. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ വായിക്കേണ്ടത്, പാടേണ്ടത്? എന്തേ റിലു പാടിയേ? റിലുവിന് ചിരി വരുന്നു, അപ്പൊ റിലു പാടും. പാടിക്കോ വേഗം. റിലു സൗണ്ട് ഇല്ല. കരടും മിഴിയും എവിടെ പോയി? റിലു പോയോ? എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. പാടേ അടുത്തേ. പോയാൽ റിലു പാടിക്കഴിഞ്ഞോ? ഓക്കെ, എന്നാ പൂക്കാലം എന്നുള്ള കവിത പാടിക്കോ. ഞാൻ പാടാം. ആരാ? ഒരു മിനിറ്റ് റിലു. അലൻ. ഞാൻ പാടാം. ഓക്കെ, ആ അലൻ പാട്. ഞാൻ പാടാം. ചൊല്ലി രസിക്കാവോ? ആ പാടിക്കോ. ഞാൻ പാടാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റരാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലൊരു കവിതയിൽ പരാമർശിക്കപ്പെട്ട പൂക്കളേവ, അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് 2-3 വാക്യങ്ങൾ എഴുതുകയെന്നുണ്ട്. ഉദാഹരണം ആമ്പലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഏത്? ആമ്പൽ. വെളുത്ത നിറത്തിലാണ് കൂടുതലും കാണാറുള്ളത്. സൂര്യൻ ഉദിച്ചാൽ വിടരുകയും സൂര്യൻ അസ്തമിച്ചാൽ കൂമ്പിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ലളിതമായ വാക്യങ്ങളാക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പൂവിനെ പറ്റി അത് എഴുതിയിട്ട് വരണേ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആരാണ് വായിക്കാതെ ഉള്ളത്? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇനി നമ്മൾ ചൊല്ലി രസിക്കാം എന്നുള്ള കവിത പറഞ്ഞില്ലേ, അത് ചങ്ങമ്പുഴയുടേതാണ്. ഗ്രാമത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കവിതയാണ്. രമണൻ എന്ന കാവ്യത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇത്. ഓക്കെ, അപ്പോ ആരാ വായിക്കുന്ന ഇന്ന്? ആദ്യം കുറെ പേര് വായിക്കാനില്ലേ? റിലു വായിക്കുന്ന. റിലു അൺമ്യൂട്ട് ചെയ്ത് ഉറക്കെ വായിച്ചേ, സൗണ്ട് ഇല്ല.
പോയി മറഞ്ഞു വസന്തകാലം മഞ്ഞിൻ കനങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തിമല്ലേ ഏഴിലം പാറകൾ പൂത്തുനിന്നു കാടുകൾ തോറുമേ കൺകവരും കാടുകൾ തോറുമേ കൺകവരും കണ്ണാടികൾ കണ്ടുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നു നീല കുറിഞ്ഞിനും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ താലാമ്പൽ പൂവുകളും ചേലത്തെ ചിത്രശലഭങ്ങളും വാരിച്ച വണ്ടുകളും തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു മിസ്സേ പൂക്കാലത്തിന്റെ കവിത ഞാൻ കാണാതെ പഠിച്ചു. ആണോ? ഇപ്പൊ ആരാണ് പറയുന്നത്? ഒരു മിനിറ്റ്, പൂക്കാലത്തിന്റെ കവിത ആരാ കാണാതെ പഠിച്ചേ? ജെവിനാണോ? അലനാണോ? ഓക്കെ, സൂപ്പർ. ജൂലിയറ്റ് പാട്. മാമഴ മേഘങ്ങൾ പോയി മറിഞ്ഞ് വസന്തകാലം മഞ്ഞിൻ കണങ്ങളിൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞും ഏഴിലം ഗന്ധം പരത്തിമല്ലേ ഏഴിലം പാലകൾ പൂത്തു നിന്നു കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളി പൂക്കൾ കൺതുറന്നു നീലനിലാവ് കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞി നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ താലാമ്പൽ പൂകളും ചിത്രശലഭങ്ങളും വാരുട്ട വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേൻ പാറി പറന്നു രസിച്ചിടുന്നു. ഓക്കെ, ആവണി പഠിക്കുമ്പോളെ. മാമഴ മേഘങ്ങൾ പോയി മറിഞ്ഞു മന്ദഹസിപ്പ് വസന്തകാലം മഞ്ഞിൽ കണങ്ങളായി കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ സുഗന്ധം പരത്തിമെല്ലെ ഏഴിലപ്പാലകൾ പൂത്തുനിന്നു കാടുമേ തോറുമേ കൺകവളും കണ്ണാന്തിപ്പൂക്കൾ കൺതുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറി ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആമ്പൽ പൂകൾ ചിത്രശലഭങ്ങളും വാരിച്ച വണ്ടുകളും തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ, നെക്സ്റ്റ് ജെവിൻ. വസന്തകാലം മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തിമെല്ലെ ഏഴിലം പാലകൾ പൂത്തുനിന്നു കാടുകൾ തോറുമേ കവരും കണ്ണാന്തളി പൂക്കൾ കൺ തുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ താലാമ്പൽ പൂവുകളും ചേരുത്ത ചിത്രശലഭങ്ങളും വാരിറ്റ വണ്ടുകളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്ന് രസിച്ചു നിന്നു. ഓക്കെ, നെക്സ്റ്റ് ആരാധ്യ പ്രജിത്ത്. ആരാധ്യ. ഓക്കെ, ആരാധ്യ സ്റ്റാർട്ട് ചെയ്തോ. ഇതിനെ അമ്മ പിന്നെ പഠിക്കോ. മഴ മേഘങ്ങൾ പോയി മറിഞ്ഞു
വായിച്ചില്ലേടാ? മന്ദഹസിപ്പൂ വസന്തകാലം മഞ്ഞിൻ കണങ്ങളാൽ കാന്തീരും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏഴിലം പാലകൾ പൂത്തു നിന്നു കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺ തുറന്നു നിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ താലാമ്പൽ പൂവുകളും ചേലത്ത ചിത്രശലഭങ്ങളും വാരിച്ച വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ, വായിച്ചു പഠിക്കണേ എല്ലാവരും. ബെനീറ്റ മേഘങ്ങൾ പോയി മറിഞ്ഞു കാടുകൾ കണ്ണാന്തളിപ്പൂക്കൾ കൺ തുറന്നു നീലനിലാവിൽ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ താലാമ്പൽ പൂവുകളും ചേലത്ത ശലഭങ്ങളും തുമ്പികളും പൂവിൻ മരത്തം ചെമ്മേ പാറിപ്പറന്നു. ഓക്കെ, മുഹമ്മദ് ഫവാസ്. മാമരം മേഘങ്ങൾ പോയി മറഞ്ഞു മന്ദഹസിപ്പൂ വസന്തകാലം മഞ്ഞിൻ കരങ്ങളായി കാന്തേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏറിയ ഗന്ധം പരത്തിമല്ല ഏഴിലം പാലകൾ പൂത്തി നിന്നു കാടുകൾ തോടുകൾ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺ തുറന്നു കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയു നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദ പൂവുകളും ചേലത്ത ചിത്രശലഭങ്ങളും വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ
പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ. പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ. നുകർന്നു ചെമ്മേ. പാറിപ്പറം രസിച്ചിടുന്നു. ഓക്കെ. നെക്സ്റ്റ് ജുവൽ. ജുവൽ ആൻഡ് ജോമൽ. മാമഴമേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിച്ചു വസന്തകാലം. മഞ്ഞിങ്ങളാൽ കാന്തിയേറും മന്ദാരങ്ങൾ പൂവണിഞ്ഞു. ഏറിയ ഗന്ധം പരത്തി മെല്ലെ എഴിലം പാലകൾ പൂമറിഞ്ഞു. കാട്ടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. നീലനിലാവിൽ കുളിച്ചു നിന്നു. കുറിഞ്ഞിയും ആറ്റിലും നൃത്തമാടി ആനന്ദാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ ആടിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് ജോയൽ. ജോയൽ ജോസഫ്. വായിച്ചോ? വായിക്കാൻ അറിയില്ലേ? ജോയൽ വായിച്ചായിരുന്നോ കഴിഞ്ഞ ദിവസം? വായിക്ക്. മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു. വേഗം വായിക്കണം. മന്ദഹസിപ്പു വസന്തകാലം. മന്ദഹസിപ്പു വസന്തകാലം. കാന്തിയേറും മഞ്ഞ. നോക്കി വായിച്ചേ. മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു. ഏറിയ ഗന്ധം പൂത്തു നിന്നു. കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺ തുറന്നു. നിലാവിൽ കുളിച്ചു നാണമോടെ. ഓക്കെ. ആറ്റിലും ചുവറ്റിലും നൃത്തമാടി ആനന്ദത്താമ്പൽ പൂവുകളും ചേലത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും. വായിച്ചു പഠിക്കണേ ജോയൽ. മരന്തം നുകർന്നു ചെമ്മേ. മരന്തം നുകർന്നു ചെമ്മേ. പാറിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ. നെക്സ്റ്റ് സിദ്ധാന്ത് കൃഷ്ണ. അയച്ചോ. മാമഴമേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പു വസന്തകാലം.
മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും വായിച്ചേ സിദ്ധാന്തേ. മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു. ഏറിയ ഗന്ധങ്ങൾ പരത്തിമെല്ലെ ഏഴിലും ബാലകൾ നിന്നു. കാടുകൾ തോറും കൺകവിൾ കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. നീലനിലാവിൽ കുളിച്ചു നിന്നു. നീലക്കുറിഞ്ഞിയും നാണമോടെ ആട്ടിലും ചേറ്റിലും നൃത്തമാടി. ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും. എവിടെയാ സിദ്ധാന്തിന്റെ ശ്രദ്ധ? എവിടെയോ ഒരു ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആരാ ഉള്ളത് അവിടെ? പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പറന്ന് രസിച്ചിടുന്നു. വായിച്ചു പഠിക്കണേ അല്ല പോലെ. ഓക്കെ, ഏഞ്ചൽ റോസ്. മാമഴമേഘങ്ങൾ പൊഴിഞ്ഞു. മന്ദഹാസിപ്പൂ വസന്തകാലം. മഞ്ഞിൻ കാണങ്ങളാൽ കാന്തിയേറും മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു. ഏറിയ ഗാന്ധം പരത്തി മെല്ലെ ഏഴിലം ബാലകൾ പൂത്തുനിന്നു. കാടുകൾ തോറുമേ കാൺക വരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. നീലനിലാവിൽ കുളിച്ചു നിന്നു. നീലക്കുറിഞ്ഞി ോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി. ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരിറ്റ വണ്ടുകൾ തുമ്പികളും പൂവന്മാരെന്ത നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിരുന്നു. ഓക്കെ, ഗുഡ്, സൂപ്പർ. അപ്പൊ ഇങ്ങനെ വായിക്കണം. എല്ലാവരും നല്ലപോലെ വായിക്കാൻ പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം വീട്ടിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ 5ാമത്തെ പാഠം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്കൊരു ഇടണല്ലോ. അന്നത്തെ കടലാസിന്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയോ? അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. മിസ് പറഞ്ഞുതരും ചെയ്യാം. അപ്പൊ സമയം കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിന്റെ. ബൈ, see you. Okay. Bye.